ഒരു പക്ഷേ എരിതിയിൽ എണ്ണയൊഴിച്ചാൽ ആളിക്കെത്താൻ സാധ്യതയുള്ള അങ്ങ് നാദാപുരത്ത് കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ചതാരാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് പാലക്കാട് 2 പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അത്യന്തം വർഗീയമായ പരസ്യം കൊടുത്തതാരാണ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് വളരെ വിനയപുരസ്സരം പറയുന്നു, 10 കോടി ജനങ്ങൾക്ക് മുകളിൽ ചെങ്കൊടി നാട്ടിയവർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ മടി കാണിച്ചവർ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവർ, സ്വന്തം പാർട്ടി സഖാവിന് 58 വെട്ടി കൊലപ്പെടുത്തിയിട്ട് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചവർ, നാദാപുരത്തിന്റെ നെഞ്ചത്ത് കാഫിർ പ്രയോഗം പ്രചരിപ്പിച്ചവർ, ഏറ്റവും അവസാനം പാലക്കാട് പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ വിധ്വംസക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ, പാവൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തിരിഞ്ഞിട്ട് തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദി പോലും മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീവ്രവാദി മാനനഷ്ട കേസ് കൊടുക്കും. അങ്ങനെ കുറെ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്, ഓല് മാനനഷ്ട കേസ് കൊടുക്കും. ഇത് ഞങ്ങൾക്ക് പരിചയമില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവാചകന്റെ വഴിയിലേ പ്രവർത്തിക്കൂ, സമാധാനത്തിൻ്റെ വഴിയിലേ പ്രവർത്തിക്കൂ, ജനാധിപത്യപരമായ പ്രവർത്തിക്കൂ. അതിൻ്റെ പേരിൽ എന്ത് പഴി കേട്ടാലും അങ്ങനെ പ്രവർത്തിക്കൂ. കാരണം ഖുർആനാണ് അതിൻ്റെ അടിസ്ഥാനം, പ്രവാചകചര്യയാണ് അതിൻ്റെ അടിസ്ഥാനം. അത് വഴിയേ അത് സഞ്ചരിച്ചിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിൻ്റെ ആദർശം. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് അതിൻ്റെ മാതൃക.